ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ 125 വണ്ടി നമ്മൾ ജനറൽ സർവീസായിട്ട് വർക്കിന് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റിങ് ഏറെക്കുറായിട്ട് ഒരു 90% കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സമയം ടൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് കിട്ടുമെങ്കിലും നമുക്കത് കുറച്ച് അടുത്ത സർവീസ് വരെ ഓടിക്കാൻ കിട്ടില്ല. അതിനുള്ളിൽ നമുക്ക് കയറ്റി മാറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് കൈയോടെ നമുക്കത് മാറ്റിയിടാണെങ്കിൽ പിന്നീട് ഒരു കയറ്റിൽ നമുക്ക് അതിന് വേണ്ടി നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഈ സൈഡ് വരുമ്പോൾ എയർ ഫിൽറ്റർ ക്ലച്ച് സൈഡൊക്കെ അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ കമ്പനി ഫിൽറ്റർ കിടക്കണം, കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് സൈഡ് ഗ്രീസിങ്ങിനായിട്ട് അയച്ചാണ്. അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് തമ്മിൽ ചെറിയൊരു പ്ലേ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ഷേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത സർവീസിൽ നമ്മൾ ഇതേപോലെ തന്നെ നോക്കാം, കൂടുതലാണെങ്കിൽ നെക്സ്റ്റ് സർവീസിൽ നമുക്ക് മാറ്റിയിടേണ്ടി വരും കേട്ടോ. ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന് കിടന്ന് ഓടുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്കൊരു മുഴക്ക സൗണ്ട് പോലെ വരും. പക്ഷേ ഇതിപ്പോൾ തൽക്കാലത്തേക്ക് സ്റ്റാർട്ടിംഗ് ആണ്, മാക്സിമം ഉപയോഗിക്കാം. നമ്മൾ കറക്റ്റ് സർവീസ് ചെയ്ത് പോകുന്ന കാരണം നമുക്ക് ഇടയ്ക്ക് അടുത്ത സർവീസിൽ നോക്കിയിട്ട് കൂടുതലായിട്ട് തേമാനുണ്ടെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാലും മതി. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കി, ബെൽറ്റ് കമ്പനി ബെൽറ്റ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്, ഡാമേജ് ഒന്നുമില്ല. ക്ലച്ച് സൈഡായാലും ചെറുതായിട്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്, അപ്പോൾ അതൊന്നും വെച്ച് ഗ്രീസ് ചെയ്ത് തരാം. പിന്നെ അതേപോലെ നമ്മൾ ഈ സൈഡ് എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്ക് ഉണ്ട്, തൽക്കാലം നമുക്കതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാം, കുഴപ്പമില്ല. പിന്നെ ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ രണ്ടും ചെക്ക് ചെയ്തായിരുന്നു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. കാർബറേറ്ററുമായി ബന്ധപ്പെട്ട വേറെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല, അതായത് പെട്രോൾ ഓവർഫ്ലോ മിസ്സിങ്ങോ സ്ലോ സ്പീഡിൽ വണ്ടി ഹെഡ്ലിങ്ങൾ ഓഫായി പോകും, അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും നിലവിലില്ല. അപ്പോൾ നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് ഇല്ല. നമ്മളിപ്പോൾ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ മുടക്കി ചെയ്യേണ്ട കേസാണ്. ഏകദേശം നമുക്കൊരു 500-550 രൂപ നമുക്ക് മിനിമം ചിലവ് തന്നെയാണ്. തൽക്കാലം നമ്മളത് ചെയ്യേണ്ട. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. അത് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വണ്ടികൾ, ഏകദേശം ഒരു 80% വണ്ടികൾ കാലക്രമേണ കംപ്ലയിൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അത് അയച്ച് ക്ലീൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കൂടി ഓടേണ്ട കേസാണെങ്കിൽ പെട്ടെന്ന് ആ കംപ്ലയിൻറ്റ്സ് വരാനും നമുക്ക് സാധ്യതയുണ്ട്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ സ്കിപ്പ് ചെയ്ത് വിടാം. എന്തെങ്കിലും ഒരു ലക്ഷണം കാണിക്കുകയാണെങ്കിൽ അയച്ചാൽ മതി, ഓവർഫ്ലോ കംപ്ലയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും, അതായത് പെട്രോൾ താഴേക്ക് ചാടിപ്പോണ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അയച്ചാൽ മതി തൽക്കാലം. അതല്ലെങ്കിൽ തൊടണ്ട, അതങ്ങനെ മാക്സിമം ഓടിക്കുക. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ബ്രേക്ക് ക്യാം അഴിച്ച് ഗ്രീസ് ചെയ്ത് കയറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് ടയറൊക്കെ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ബാക്ക് വീൽ ഇട്ടതിന് ശേഷമാണ് ഫ്രണ്ട് കൂടി അഴിക്കുക, അതുകൂടി കൂട്ടത്തിലേക്ക് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ബാറ്ററി നമുക്കിത് ഇരിക്കുന്നത് 2022 മോഡൽ ബാറ്ററി, ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതും കൂടി കൂട്ടത്തിൽ കിടന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. വോൾട്ട് നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡിലേക്ക് കൊടുക്കുമ്പോൾ 8.85 വരെ വന്നിട്ടുണ്ട് കേട്ടോ. 8.5 വോൾട്ടിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി സെൽഫിൻ്റെ കംപ്ലീറ്റ് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇത് 8 ആ സംതിങ്ങിലേക്ക് എത്തിയാണ്, കുഴപ്പമില്ല, തൽക്കാലം നമുക്കത് മതി. പിന്നെ അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അടുത്ത സർവീസിൽ വേണമെങ്കിൽ നമുക്ക് മോശമാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടാം. സ്പാർക്ക് പ്ലഗ് നമ്മൾ കൂട്ടത്തിൽ കിടന്ന് ക്ലീൻ ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ഒരു 700 കിലോമീറ്റർ കൂടി ഓടാനുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നുപോലെ നമുക്കത് ഓടിയിട്ട് മാറ്റിയാൽ മതി, അതല്ലെങ്കിൽ കൂട്ടത്തിൽ മാറ്റണമെങ്കിൽ കൂട്ടത്തിൽ മാറ്റി വിടാം. ഓയിൽ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല, വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാലും മതി കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. ഓക്കെ.